ഒരു നീല ഷർട്ട്, ഓറഞ്ച് സസ്പെൻഡേജ്, പിന്നെ ഒരു ഓറഞ്ച് കളറിലെ ഒരു ബോട്ടയും. ഇപ്പൊ ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങളുടെ പിള്ളേർക്ക് അറിയാൻ പറ്റും ഇതാരാണ്. none other than ബ്ലിപ്പി. ബ്ലിപ്പിനെ കുറിച്ചുള്ള ഒരു ചെറിയ വലിയ സ്റ്റോറിയാണ് ഞാൻ ഇന്നിവിടെ പങ്കുവെക്കുന്നത്. ആരാണ് ബ്ലിപ്പി? സാധാരണ ഒരു ഓർഡിനറി യൂട്യൂബ് കഥാപാത്രം മാത്രമാണോ, അല്ലെങ്കിൽ കോടികൾ വിലമതിക്കുന്ന, അല്ലെങ്കിൽ കോടികൾ കൊണ്ട് അഭിമാനമാകുന്ന ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ പിന്നിലെ കഥ? വെൽക്കം ടു അവർ ന്യൂ സീരീസ് ഇതിന് പിന്നിലെ കഥ, അല്ലെങ്കിൽ സ്റ്റോറീസ് യു നെവർ നോ. I gotta hit that body, I'm the top of the top, I can't never take a break, yeah I'm hot and you not, that's why all my records bang. ബ്ലിപ്പി എന്ന കഥാപാത്രത്തിന് പിന്നിലെ പ്രധാന വ്യക്തിയാണ് സ്റ്റീവ് ജോൺ. അമേരിക്കൻ സ്വദേശിയായ സ്റ്റീവ് ജോൺ ആണ് ബ്ലിപ്പി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. 2014 ബ്ലിപ്പി യൂട്യൂബിലെത്തുന്നത്. അന്ന് കുട്ടികൾക്കായി യൂട്യൂബിൽ വളരെയധികം വീഡിയോകൾ ഉണ്ടായിരുന്നെങ്കിലും കുട്ടികളെ എന്റർടൈൻമെന്റ് ചെയ്യുന്നതിനൊപ്പം അവർക്ക് പഠിക്കാൻ കഴിയുന്ന കണ്ടന്റ് എന്ന ആശയം ബ്ലിപ്പി വളരെ ശക്തമായി ഉപയോഗിച്ചു. നിറങ്ങൾ, ഷേപ്സ്, നമ്പേഴ്സ്, ലെറ്റേഴ്സ്, അനിമൽസ്, കൺസ്ട്രക്ഷൻ വെഹിക്കിൾസ്, മ്യൂസിയംസ്, പ്ലേ ഗ്രൗണ്ട്സ്, അങ്ങനെ കുട്ടികൾക്ക് സ്വാഭാവികമായി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ എഡ്യൂക്കേഷണൽ കണ്ടന്റായി മാറ്റുകയായിരുന്നു ബ്ലിപ്പിയുടെ പ്രധാന ഫോർമുല. ചെറിയ കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഭാഷ, വളരെ കളർഫുള്ളായ വിഷ്വൽസ്, ഉയർന്ന എനർജി, ആവർത്തിച്ചുള്ള വേർഡ്സ് ആൻഡ് ആക്ഷൻസ്, അതോടൊപ്പം കുട്ടികൾക്ക് പരിചയമുള്ള എവരിഡേ ഒബ്ജക്ട്സ്. ഉദാഹരണത്തിന് ഒരു ഫയർ ട്രക്ക് കണ്ടാൽ ഇത് എന്താണ്, ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതിന്റെ ശബ്ദം എങ്ങനെയാണ് എന്നിങ്ങനെ ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ബ്ലിപ്പി കുട്ടികളോട് വെറുതെ സംസാരിക്കുന്നില്ല, അവരോടൊപ്പം ഒരു ചെറിയ ലോകം എക്സ്പ്ലോർ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഒരു കുട്ടി ഒരേ വീഡിയോ വീണ്ടും വീണ്ടും കാണാൻ തയ്യാറാകുന്നത്. ബ്ലിപ്പിയുടെ വളർച്ച യൂട്യൂബ് വ്യൂസിൽ മാത്രം അവസാനിച്ചില്ല. യൂട്യൂബിൽ ഓഡിയൻസ് വളർന്നതോടെ ബ്ലിപ്പി ഒരു മീഡിയ ബ്രാൻഡായി മാറാൻ തുടങ്ങി. ടോയ്സ്, ബുക്സ്, ക്ലോത്ത്സ്, ലൈവ് ഷോസ്, സ്ട്രീമിംഗ് കണ്ടന്റ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള വിവിധ പ്രൊഡക്ട്സ്, അങ്ങനെ ബ്ലിപ്പി ഒരു യൂട്യൂബ് ചാനൽ എന്നതിൽ നിന്ന് ഒരു വലിയ ചിൽഡ്രൻസ് എന്റർടൈൻമെന്റ് ഫ്രാഞ്ചൈസീസ് ആയി മാറി. 2020 ബ്ലിപ്പി ബ്രാൻഡിനെ മൂൺബഗ് എന്റർടൈൻമെന്റ് ഏറ്റെടുത്തു. പിന്നീട് മൂൺബഗ് തന്നെ കാൻഡിൽ മീഡിയയുടെ ഭാഗമായതോടെ ബ്ലിപ്പിയുടെ ബിസിനസ് സ്കെയിൽ വീണ്ടും വലുതായി. ഇന്ന് ബ്ലിപ്പിയുടെ കണ്ടന്റ് യൂട്യൂബിന് മാത്രമല്ല വിവിധ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലും കുട്ടികളുടെ എന്റർടൈൻമെന്റ് എക്കോസിസ്റ്റത്തിലും എത്തിക്കഴിഞ്ഞു. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട്. നമ്മൾ ബ്ലിപ്പി എന്ന് പറയുമ്പോൾ ഒരൊറ്റ വ്യക്തിയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഇന്ന് ബ്ലിപ്പി ഒരു ക്യാരക്ടർ ബ്രാൻഡാണ്. ഒറിജിനൽ ബ്ലിപ്പിയായി സ്റ്റീവ് ജോൺ ആണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. പിന്നീട് ലൈവ് ആക്ഷൻ കണ്ടന്റ് കൂടുതൽ വ്യാപകമായതോടെ മറ്റൊരു പെർഫോമറായ ക്രൈറ്റൻ ഗ്രിമ്മിനെ ഉൾപ്പെടുത്തി പെർഫോമർ ബ്ലിപ്പിയായി എത്തി. അതായത് ബ്ലിപ്പി എന്നത് ഒരു വ്യക്തിയുടെ പേര് എന്നതിലുപരി ഒരു എന്റർടൈൻമെന്റ് ക്യാരക്ടറിന്റെ ബ്രാൻഡ് ഐഡന്റിറ്റിയായി മാറിയിരിക്കുന്നു. ഡിസ്നിയിലെ മിക്കി മൗസ് പോലെയോ മറ്റു വലിയ ചിൽഡ്രൻസ് ഫ്രാഞ്ചൈസീസ് പോലെയോ ഒരു ക്യാരക്ടറിനെ ഒരു വലിയ മീഡിയ ബിസിനസ്സായി വികസിപ്പിച്ചെടുത്തതാണ് ഇവിടെ സംഭവിച്ചത്. ബ്ലിപ്പിയുടെ കണ്ടന്റ് സ്ട്രാറ്റജി വളരെ സിമ്പിളായി തോന്നും, പക്ഷേ അതിനു പിന്നിൽ വളരെ ശക്തമായ ഒരു ഫോർമുലയുണ്ട്. എഡ്യൂക്കേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് പ്ലസ് റിപ്പീറ്റേഷൻ പ്ലസ് ക്യൂരിയോസിറ്റി. കുട്ടികൾക്ക് ബോറിംഗ് ആയ ഒരു ക്ലാസ് റൂം ലെസൺ പോലെയല്ല, മറിച്ച് നമുക്കൊരു കൺസ്ട്രക്ഷൻ സൈറ്റ് കാണാൻ പോകാം, നമുക്ക് ഫയർ സ്റ്റേഷൻ സന്ദർശിക്കാം, നമുക്കൊരു വലിയ ട്രക്ക് നോക്കാം എന്ന രീതിയിൽ ലേണിങ്ങിനെ ഒരു അഡ്വഞ്ചർ ആക്കി മാറ്റുന്നു. ഇതാണ് എഡ്യൂടൈൻമെന്റ് എന്ന് പറയുന്നത്. എന്റർടൈൻമെന്റ് വഴി എഡ്യൂക്കേഷൻ നൽകുക. യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ ഈ ഫോർമുല വളരെ പവർഫുൾ ആണ്. കാരണം കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് മാതാപിതാക്കൾക്ക് എഡ്യൂക്കേഷണലായി തോന്നുകയും ചെയ്യുന്നു. ഒരു വ്യക്തി, ഒരു കോസ്റ്റ്യൂം, ഒരു യൂട്യൂബ് ക്യാമറ, പിന്നെ കുട്ടികളുടെ ക്യൂരിയോസിറ്റി മനസ്സിലാക്കിയ ഒരു സിമ്പിൾ ഐഡിയ. ഇതിൽ നിന്ന് ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കുട്ടികൾ തിരിച്ചറിയുന്ന ഒരു വലിയ എന്റർടൈൻമെന്റ് പ്ലാൻ. ഇതാണ് ബ്ലിപ്പിയുടെ കഥ. ഒരുപക്ഷെ ബ്ലിപ്പിയുടെ ഏറ്റവും വലിയ ലെസൺ ഇതായിരിക്കും. ഒരു വലിയ ബിസിനസ് തുടങ്ങാൻ എല്ലായ്പ്പോഴും വലിയ ഐഡിയ ആവശ്യമില്ല. ആളുകൾക്ക് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കി അതിനെ സ്ഥിരതയോടെ അവതരിപ്പിക്കാനുള്ള കഴിവാണ് പലപ്പോഴും വിജയത്തിന്റെ അടിസ്ഥാനം. നിങ്ങൾക്ക് ബ്ലിപ്പിയെ കുറിച്ച് അറിയാമായിരുന്നോ? കമന്റ് ചെയ്യൂ. ബ്ലിപ്പി അത് പൂർണ്ണമായിട്ടും ഒരു എന്റർടൈൻമെന്റ് ബേസ്ഡ് എഡ്യൂക്കേഷൻ കണ്ടന്റ് മാത്രമാണ്. അതൊരിക്കലും ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ അല്ല. അപ്പൊ നിങ്ങളുടെ കുട്ടികൾ എന്ത് കാണണം, എന്ത് കാണരുത്, എത്ര സമയം കാണണം, എത്ര സമയം കാണരുത്, ഇതെല്ലാം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അപ്പൊ ഇതേപോലുള്ള കണ്ടന്റും കാര്യങ്ങളും കുട്ടികളെ കൂടുതൽ ഉത്സാഹവതികളും
കൂടുതൽ എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടി ഉപകരിക്കാം എന്നതിലുപരി അത് ഒരിക്കലും ഒരു അഡിക്ഷനായി മാറാതെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഇന്ന് കുട്ടികളിൽ മൊബൈൽ അഡിക്ഷൻ ഏറ്റവും കൂടുതലാണ്. ചെറിയ കുട്ടികൾക്ക് ഇന്ന് നമുക്ക് ബ്ലിപ്പി അറിയില്ലെങ്കിൽ പോലും ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ ബ്ലിപ്പി ആരാണെന്നും എന്താണ് ബ്ലിപ്പിലെ ഓരോ ഭാഗങ്ങൾ പോലും ഇന്ന് കാണാപ്പാടം പറയുന്ന കുട്ടികൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. അപ്പൊ മൊബൈൽ അഡിക്ഷൻ അല്ലെങ്കിൽ ആ ഒരു മറ്റൊരു രീതിയിലേക്ക് നിങ്ങളുടെ കുട്ടികളെ അത് ബാധിക്കാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം മറ്റൊരു വീഡിയോയിലും മറ്റൊരു കിടിലൻ സ്റ്റോറിയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ദിസ് ഈസ് മിസ്റ്റർ ഫ്രൈൻ സൈനിങ് ഔട്ട്. ബൈ.